തുടർഭരണം കൊണ്ട് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടപ്പാക്കാൻ തുടർഭരണത്തിൽ കഴിഞ്ഞെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് PV സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തുടർഭരണത്തിന്റെ നേട്ടങ്ങൾ വ്യക്തമാക്കിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ PV സ്വാമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. PV സ്വാമി നാടിനോട് കടമ കാണിച്ച വ്യവസായിയായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സാധ്യമാകില്ലെന്ന് കരുതിയ പല നേട്ടങ്ങളും സാധ്യമായി എന്ന് പറഞ്ഞു. കേരളത്തിൽ നിക്ഷേപകർ എത്തുന്നില്ല എന്ന അവസ്ഥ മാറി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതെത്തിയെന്നും ഇത് തുടർഭരണം കൊണ്ട് മാത്രമുണ്ടായ നേട്ടമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഒരു 10 വർഷം മുൻപ് നമ്മുടെ കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകുമെന്ന് ആര് കണക്കാക്കി? ഇവിടെ അതിന് വിപരീതമായ നിലയാണ് എന്നാണ് എല്ലാവരും കണക്കാക്കിയത്. എന്നാൽ ഈ 10 വർഷക്കാലം നമ്മുടെ നാട് വലിയ മാറ്റത്തിനാണ് ഇടയായത്. 2016-21 കാലത്ത് അധികാരത്തിലിരുന്നവർ തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ആ തുടർന്നതിൻ്റെ ഭാഗമായി സംഭവിച്ചൊരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫലം ഇന്ത്യ രാജ്യത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്കിൽ കേരളം എത്തിയെന്നതാണ്. ഇതാണ് ഉണ്ടായ മാറ്റം. PV ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ PV സ്വാമി പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസ്നി ഇന്ത്യ അഡ്വൈസർ K മാധവന് സമ്മാനിച്ചു. MP മാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ, ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ, ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ PV നിതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.